ആന എഴുന്നള്ളിപ്പിന്റെ നിയമനിർമ്മാണം പരിഗണനയിലെന്ന് വനം റവന്യൂ മന്ത്രിമാർ. മുഖ്യമന്ത്രി ഈ മാസം ഉന്നതതല യോഗം വിളിക്കും. എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്. പൂരം പ്രൗഢിയോടെ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രിമാരായ കെ രാജനും എ കെ ശശീന്ദ്രനും പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അത് ഒരു സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആനകളെ ഉത്സവ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കർശനമായ നിലപാടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ആ നിബന്ധനകൾ പാലിക്കാൻ നിയമപരമായി നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ആനകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഉത്സവങ്ങൾ ഒരു ആഘോഷമായി നടത്തുന്ന ഒരു പ്രദേശത്തെ ആളുകൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരു നിയമനിർമ്മാണത്തിലൂടെ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നാലോചിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉന്നതതല യോഗം, നിയമവിദഗ്ധന്മാരുൾപ്പെടെയുള്ള ഒരു ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി ത്വരിതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൂരത്തിൻ്റെ പ്രൗഢിയും പൂരത്തിൻ്റെ പാരമ്പര്യത്തിനും ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് ഉത്സവങ്ങൾ നടക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനെങ്ങനെയൊക്കെയാണോ ഇടപെടാൻ കഴിയുന്നത് ആ വിധത്തിൽ ഇടപെടും. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഞാനും ചേർന്ന് ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഈ മാസം തന്നെ മുഖ്യമന്ത്രിതല യോഗത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഉണ്ടാകും. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ ഏതു നിലയിലുള്ള നിയമനിർമ്മാണമാണ് സർക്കാർ പരിശോധിക്കുന്നത്? പക്ഷേ അപ്പോഴും ഹൈക്കോടതി വിധിയെ മറികടക്കാൻ പറ്റുന്നതാവണം, അതല്ലെങ്കിൽ വരാൻ പോകുന്ന പൂരം പോലും അവതാളത്തിലാവും എന്ന നിലയിലാണല്ലേ കാര്യങ്ങൾ? അരുൺകുമാർ, തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഹൈക്കോടതി യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലായത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ ഒരു കേസ് എടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇതിൽ കക്ഷിയെ ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ആ സുപ്രീം കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന് അനുകൂല നിലപാട് സംസ്ഥാനം കൈക്കൊള്ളുമെന്നതാണ് പ്രധാനമായ ഒരു നിലപാട്. രണ്ടാമത്തെ നിലപാടാണ് നിയമനിർമ്മാണം എന്നത്. നിയമനിർമ്മാണത്തിനുള്ള ചില പരിമിതികളുണ്ട്. ഇവിടെ നിയമനിർമ്മാണം നടപ്പാക്കണം, ബില്ല് അവതരിപ്പിക്കണം, അത് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം നേടണം. ഇത്തരത്തിലുള്ള നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെ ഏറ്റവും അധികം ബാധിക്കുന്നത് തൃശ്ശൂർ പൂരത്തെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 മാസത്തിനകം തന്നെ തൃശ്ശൂർ പൂരം നടക്കാൻ പോവുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൈകാതെ തന്നെ യോഗം വിളിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഇതെല്ലാം ഒരു അനുകൂലമായ, എല്ലാ രീതിയിലും അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, പൂർണ്ണമായ അർത്ഥത്തിലെത്താൻ കഴിയുമെന്ന പൊതുവെ പൂരം നടത്തിയ ദേവസ്വങ്ങൾക്കുമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർക്കറിയാം, ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആന എഴുന്നള്ളിക്കുന്നതിന് 2 ആനകളുടെ വയറുകൾ തമ്മിലുള്ള ദൂരം 3 മീറ്റർ ആകണം, ആനകളും കാണികളും തമ്മിലുള്ള ദൂരം 8 മീറ്റർ ആക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ആന എഴുന്നള്ളിപ്പ് തന്നെ ബുദ്ധിമുട്ടാവും. കുടമാറ്റമടക്കമുള്ളവയ്ക്ക് ഇത്രയും വലിയ അകലത്തിൽ അതൊക്കെ സാധ്യമാവുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ ഇപ്പോൾ ഒരുമിച്ചൊരു കൂടിയാലോചന നടത്തുന്നത്. ആ നിയമനിർമ്മാണം വന്നാൽ ആ ഹൈക്കോടതി ഉത്തരവ് അതിനെ മറികടക്കുമോ, ഹൈക്കോടതി അത് ശരിവയ്ക്കുമോ, അതൊക്കെ രണ്ടാമത്തേതാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്നാണ് വനം റവന്യൂ മന്ത്രിമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.